ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ എമ്പുരാൻ, ലാലേട്ടൻ്റെ എമ്പുരാൻ സിനിമയുടെ ടീസർ ഇറങ്ങിയ ദിവസമാണ്. സോഷ്യൽ മീഡിയ അത്യാവശ്യം ആ ടീസറിന് മുന്നിൽ കത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ നരസിംഹം എന്ന സിനിമയിൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് കടയെടുക്കുകയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാൻ അതിൻ്റെ ടീസർ ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2019 മാർച്ച് ഏതാ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ സമയത്തായിരുന്നു ലൂസിഫർ ഇറങ്ങിയത്. കറക്റ്റ് 6 വർഷം ആയി അതിൻ്റെ 2ാം ഭാഗം ഇറങ്ങാൻ. ഇത്രയും വലിയ കാത്തിരിപ്പാണ് ഈ സിനിമക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഈ സിനിമക്ക് ലാലേട്ടൻ്റെ ഫാൻസിനിടയിലും പുറമേ ഉള്ള ഫാൻസിനിടയിലും സിനിമാ പ്രേമികളുടെ ഇടയിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സത്യം. ഏതായാലും വലിച്ചു നീട്ടുന്നില്ല, നമുക്കതിൻ്റെ ടീസർ ഒന്ന് കാണാം. Wow, what a quality. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളത് തകർന്നു എന്ന് തോന്നിയാൽ അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെയില്ല. സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, അടിപൊളി ക്വാളിറ്റി ആട്ടാ. ടീച്ചറൊക്കെ അടിപൊളി ക്വാളിറ്റി എടുക്കുന്നത്. പൊളി പൊളി ഹോളിവുഡ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവൺ, ഇസ്ലാമിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവനൊരു പേര് ലൂസിഫർ. എന്താല്ലേ ഒറ്റ കൊമ്പന് ഇറങ്ങി വരണമായത്. പൊളി പൊളി. പൊളിമോനെ പൊളിമോനെ രോമാഞ്ചം. എമ്പുരാൻ വണ്ണാനുള്ള പൃഥ്വിരാജ് സുകുമാരൻ, ഡയറക്ടർ വൈ പൃഥ്വിരാജ് സുകുമാരൻ. എമ്പുരാൻ മോഹൻലാൽ. നമ്മളെ ബിജുക്കുട്ടൻ പറയുന്ന പോലെ ഒന്നും പറയാനില്ല, പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളി പൊളി വേറെ ലെവല്. ഒരു മോഹൻലാൽ ആരാധകൻ, ലാലേട്ടൻ ആരാധകൻ എന്ന നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ വേറെ ലെവല് രോമാഞ്ചിഫിക്കേഷൻ. സീരിയസ്ലി ലാലേട്ടൻ്റെ ആ സ്വാഗ്, ഓഫ് എൻ്റെ മോനെ. ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ അല്ലേ, ഒരുങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റിയ അറിയില്ല. ഈ ഒറ്റക്കൊമ്പനൊക്കെ ഈ പൂരങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഒറ്റക്കൊമ്പനൊക്കെ ഒറ്റക്കൻ്റെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഉണ്ട്. ആ ഒരു ലെവലിൽ ലാലേട്ടൻ്റെ ഇൻട്രോ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പൃഥ്വിരാജ്. പണി അറിയാവുന്നവൻ, ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, പണി അറിയാവുന്നതിൻ്റെ അടുത്ത് ലാലേട്ടനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാവും, ഇൻഡസ്ട്രി ഹിറ്റാവും, എല്ലാ റെക്കോർഡുകളും തൂക്കും. ഉറപ്പാണ് എമ്പുരാനെ മസ്റ്റ് തിയേറ്റർ വാച്ചാണ് കേട്ടോ. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ, ലാലേട്ടൻ ഇത്രയും കാലം ലാലേട്ടനെ സിനിമാ ഫീൽഡിൽ ഇറങ്ങി ഇരുന്നിട്ട് ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ട് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ആരൊക്കെ ആയാലും മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എല്ലാ കളക്ഷൻ റെക്കോർഡും തൂക്കി എറിയും, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ ലൂസിഫർ എന്ന പടം ഇറങ്ങിയതിനു ശേഷം, ഇത്ര ഹിറ്റായതിനു ശേഷം ഈ ഒരു സീരീസിനെ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3ാം ഭാഗം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ അത്രയും കോൺഫിഡൻസ് ആണ് പൃഥ്വിരാജും അതിൻ്റെ ക്രൂവും ആശീർവാദ് സിനിമാസും എല്ലാവരും. കാരണം പൃഥ്വിരാജ് അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ഡയറക്ഷനിൽ തന്നെ കഴിവ് തെളിയിച്ച ആളാണ്. പിന്നെ പൊതുവെ പറഞ്ഞു കേൾക്കാം ഒരു സംവിധായകൻ്റെ ക്വാളിറ്റി അളക്കൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണെന്ന്. കാരണം ഫസ്റ്റ് സിനിമയ്ക്ക് അത്രയും പ്രിപ്പറേഷൻ ഉണ്ടാവും, ബെസ്റ്റ് കൊടുക്കും. രണ്ടാമതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് വിലയിരുത്തുക. അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റിൽ അദ്ദേഹം അത് കഴിവ് തെളിയിച്ചതാണ്, രണ്ടാമത്തേലാണ് നമുക്ക് ഇനി നോക്കാം. എനിക്ക് ഉറപ്പാണ് ഇതും ലൂസിഫറിന് മേലെ ആയിരിക്കും. കാരണം അത്രയും എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ക്വാളിറ്റി, പക്ക ക്വാളിറ്റിയിലാണ് എടുത്തുള്ളത്, ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. വേൾഡ് വൈഡ് റിലീസ് തന്നെ ആയിരിക്കും പടം. അപ്പോൾ ഏതായാലും പടം സൂപ്പർ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കളക്ഷൻ റെക്കോർഡുകൾ വെട്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, ഇടവേള മീൻസ് ലൂസിഫറിലെ ക്യാരക്ടറിന് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളി പുതിയ വേഷപ്പകർച്ചയുമായി പുതിയ കാലഘട്ടത്തിൽ വേറെ സ്ഥലത്ത് വീണ്ടും പുനർജനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി എന്നെല്ലാം നമുക്ക് ഈ പടത്തിലൂടെ റിവീൽ ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പൃഥ്വിരാജ് ആൻഡ് ലാലേട്ടൻ ആൻഡ് ആശീർവാദ്, ഇതിൻ്റെ എല്ലാ ക്രൂസും മെമ്പേഴ്സിനും എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിൽ കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു റംസാൻ പെരുന്നാൾ റിലീസായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം മാർച്ച് ഇൻ തിയേറ്റേഴ്സ് മാർച്ച് 27, കറക്റ്റ് 6 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് ഇറങ്ങുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ.